കന്നുകാലിക്കടത്തിനുള്ള നിയന്ത്രണം ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് ശെൽവ ഗോമതി, ആഷിഖ് ഇലാഖി ബാവ എന്നിവർ നൽകിയ പൊതു താൽപര്യ ഹർജികൾ പരിഗണിച്ചുകൊണ്ടാണ് മദ്രാസ് ഹൈക്കോടതി മധുര ഡിവിഷൻ ബെഞ്ചിന്റെ നിർണായകമായ വിധി. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കേന്ദ്ര സർക്കാർ വിജ്ഞാപനത്തിനെതിരെ ശക്തമായ സമരം നടന്നുവരികയാണ് മദ്രാസ് ഹൈക്കോടതിയുടെ ഇടപെടൽ. പൊതു താൽപര്യ ഹർജികൾ പരിഗണിച്ച കോടതി ഭക്ഷണം മനുഷ്യന്റെ മൗലിക അവകാശമാണെന്നും അത് നിയന്ത്രിക്കാൻ കേന്ദ്ര സർക്കാരിന് അധികാരമില്ലെന്നും അഭിപ്രായപ്പെട്ടു. കാലിക്കടത്തിനും വിൽപ്പനയ്ക്കുമുള്ള നിയന്ത്രണം കേന്ദ്ര അധികാര പരിധിയിലാണോ സംസ്ഥാന അധികാര പരിധിയിലാണോ എന്ന കാര്യം പിന്നീട് പരിഗണിക്കാമെന്ന് പറഞ്ഞ കോടതി വിജ്ഞാപനം 4 ആഴ്ചത്തേക്ക് തടഞ്ഞുകൊണ്ട് ഉത്തരവിട്ടു. ഒപ്പം തന്നെ വിഷയത്തിൽ കേന്ദ്ര സർക്കാരും തമിഴ്നാട് സർക്കാരും 4 ആഴ്ചയ്ക്കുള്ളിൽ നിലപാട് വ്യക്തമാക്കാനുള്ള നോട്ടീസും അയച്ചു. ഇക്കഴിഞ്ഞ 23-നാണ് കേന്ദ്ര സർക്കാർ പശു, കാള, പോത്ത്, എരുമ, ഒട്ടകം എന്നിവയെ ഇറച്ചിക്കായി വിൽക്കുന്നതും കടത്തുന്നതും നിയന്ത്രിച്ചുകൊണ്ട് വിജ്ഞാപനം പുറത്തിറക്കിയത്. ഇതിനെതിരെ കേരളത്തിൽ ശക്തമായ സമരം നടക്കുകയും കർണാടക സർക്കാർ നിയമ നടപടിയുമായി മുന്നോട്ടു പോവുകയും ചെയ്യുന്നതിനിടെയാണ് മദ്രാസ് ഹൈക്കോടതി മധുര ഡിവിഷൻ ബെഞ്ചിന്റെ ശക്തമായ നിലപാട്. തമിഴ്നാട്ടിലെ പ്രതിപക്ഷ കക്ഷിയായ DMK നാളെ സംസ്ഥാന വ്യാപകമായ സമരത്തിനും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, ചെന്നൈ.